ഓസ്ട്രേലിയയിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ നികുതിയിളവ് പരിധി ഉയർത്തി. പുതിയ നിയമം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ശമ്പളക്കാരായ ജീവനക്കാർക്കാണ് ഇതുകൊണ്ട് പ്രധാനമായും നേട്ടമുണ്ടാവുക. തൊഴിൽ സംബന്ധമായ ചിലവുകൾക്കുള്ള നികുതി ഇളവിന് രേഖകളില്ലാതെ അപേക്ഷിക്കാവുന്ന പരിധി $300 നിന്ന് $1000 ഉയർത്തിയത്. പുതിയ നിയമത്തിന്റെ വിശദാംശങ്ങൾ ട്രഷറർ ജിം ചാമേഴ്സ് പുറത്തുവിട്ടു. രാജ്യത്തെ 60 ലക്ഷത്തിലധികം നികുതിദായകർക്ക് ഇതിന് പ്രയോജനം ലഭിക്കും. ഈ വർഷത്തെ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നവർക്ക് പഴയ പരിധിയായ $300 വരെയുള്ള ഇളവുകൾ മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. പുതിയ പരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത $1000 വരെയുള്ള തൊഴിൽ സംബന്ധമായ ചിലവുകൾക്ക് ബില്ലുകളോ ഇൻവോയ്സ് പോലുള്ള യാതൊരുവിധ തെളിവുകളോ സമർപ്പിക്കേണ്ടതില്ല. നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തങ്ങൾക്ക് അത്തരം ചെലവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കോളത്തിൽ ടിക്ക് ചെയ്താൽ മാത്രം മതിയാകും. ഈ പുതിയ മാറ്റം വഴി ഒരു ശരാശരി നികുതിദായകന് ഏകദേശം $205 വരെ അധികമായി ടാക്സ് റീഫണ്ട് ലഭിക്കാനോ അല്ലെങ്കിൽ അത്രയും തുക നികുതി ബാധ്യതയിൽ കുറയാനോ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിലാവശ്യങ്ങൾക്കായി $1000 അധികം തുക ചെലവഴിച്ചവർക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള അവസരം തുടർന്നും ഉണ്ടായിരിക്കും. എന്നാൽ ഇത്തരക്കാർ $1000 മുകളിലുള്ള മുഴുവൻ തുകയ്ക്കും കൃത്യമായ ബില്ലുകളോ രസീതുകളോ ഹാജരാക്കേണ്ടി വരും. കൂടാതെ ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ, യൂണിയൻ വരിസംഖ്യകൾ, പ്രൊഫഷണൽ അസോസിയേഷൻ അംഗത്വ ഫീസുകൾ എന്നിവ ഈ $1000 പരിധിയിൽപ്പെടില്ല. അവയ്ക്ക് നിലവിലുള്ളതുപോലെ പ്രത്യേകമായി തന്നെ ഇളവുകൾ ക്ലെയിം ചെയ്യാനും സാധിക്കും. 2027 ജൂലൈ മുതൽ ആണ് സാങ്കേതികമായി ഈ ആനുകൂല്യം ജീവനക്കാർക്ക് ലഭിക്കുക. നീന മാത്യു, 24 ഓസ്ട്രേലിയ.